ഏപ്രിൽ മാസം തുടങ്ങി സ്കൂളിൽ വെക്കേഷനും പരിപാടിയൊക്കെ അല്ലേ. ഇപ്പോൾ വിഷു ഒക്കെ പ്രമാണിച്ച് സിനിമകളൊക്കെ തിയേറ്ററിൽ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആഘോഷ പരിപാടികൾ ഒത്തിരി ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സത്യം പറയാലോ, എനിക്ക് കളക്ടർ സാറേ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളി ഒരു കാര്യമാണ് എന്നാണ് പറയാൻ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഇനിഷ്യേറ്റീവ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ കടന്നു പോയപ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് എന്ന് തോന്നി. അപ്പോൾ ആ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ചിലപ്പോൾ ലെങ്ത് കൂടി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ലെങ്ത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 1.5x 2x ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരുമ്പോൾ, പ്രിയ വിദ്യാർത്ഥികളെ, വേനലിൻ്റെ ചൂടും അവധിയുടെ മധുരവും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ അവധിക്കാലം നമുക്ക് ഏറെ മനോഹരമാക്കണ്ടേ? കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ തളയ്ക്കപ്പെടാതെ നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടങ്ങളിലേക്ക് ഇറങ്ങാം. 4ഉം 6ഉം പറത്തി വിക്കറ്റുകൾ വീഴ്ത്തി ആ പോയ കാല നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം. മറ്റെല്ലാ ലഹരിയെയും മറന്ന് ഈ പുതുലഹരിയെ നമുക്ക് നേടാം. യുവത്വത്തിൻ്റെ ആവേശം ചെറു ഗ്രൗണ്ടുകളിൽ നിന്ന് നിറഞ്ഞ വേദികളിലേക്ക് ഉയരട്ടെ. കേവലം കണ്ടംകളി മാത്രമല്ല ഇത്. നിങ്ങളുടെ ചെറിയ കളിസ്ഥലങ്ങളുടെ പേരും ഫോട്ടോയും ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. തിരഞ്ഞെടുക്കപ്പെടുന്ന കളിസ്ഥലങ്ങളിൽ നിങ്ങൾക്കൊപ്പം ബാറ്റ് വീശാൻ ഒരു കൂട്ടുകാരനായി ഞാനുമുണ്ടാവും. സൗഹൃദങ്ങളെ ചേർത്ത് വെക്കാൻ, ആവേശത്തെ പുറത്തെടുക്കാൻ നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ടാവും. സ്നേഹപൂർവ്വം, നിങ്ങളുടെ കളക്ടർ. ഈ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ചില വാർത്തകൾ വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഓർമ്മയാവുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു ആവേശത്തിന് റീൽസ് കണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഒക്കെ അറിവുള്ള ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പുഴയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു മുൻധാരണ വെച്ച് ഇതൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നൊരു മുൻധാരണ വെച്ച് ഇറങ്ങിത്തിരിക്കുകയും പ്രദേശവാസികൾ പറയുന്നതും അവിടെ എഴുതി വെച്ചിട്ടുള്ള വാർണിങ്സിന് വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ അപകടത്തിന് കാരണമാവാറുണ്ട്. പിന്നെ ഇപ്പോൾ അറിയാലോ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ബഹുഭൂരിപക്ഷവും രാസലഹരിയുടെ പിടിയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവത്വത്തെക്കുറിച്ചാണ്. അതിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് കളക്ടർ പറയുന്നത് ഗ്രൗണ്ടിലെ കളികളിലേക്ക്, ഈ ഒരു പുതുലഹരിയിലേക്ക് നമുക്ക് ഒന്നിച്ച് ഇറങ്ങാം എന്നുള്ളത്. പക്ഷേ കമൻറ്റ് ബോക്സിലേക്ക് ഞാൻ നോക്കിയപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, സർ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ല, ഞങ്ങൾക്ക് വലിയ ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നൊരു കാര്യം. അതുപോലെ കളക്ടർ വിളിച്ചിരിക്കുന്നത് കണ്ടത്തിൽ ക്രിക്കറ്റ് കളിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു 90s കിഡ്സിൻ്റെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഈ കണ്ടത്തിലെ ക്രിക്കറ്റ് കളി ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെയും ഈ ക്രിക്കറ്റ് കളി വെക്കേഷൻ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമിൽ, കലൂർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഒരുപാട് ഫ്ലാറ്റൊക്കെ ഉണ്ട്, നല്ല വീതിയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഫ്ലാറ്റുകളില്ല, റോഡില്ല, ഒരു തേങ്ങാക്കൊലയും ഇല്ല. കരിമ്പ് പോലത്തെ ചെടിയില്ലേ, നായ്ക്കരണമാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയും ഓർമ്മയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പുറകിലായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുനിൽ എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ചുണ്ടായിരുന്നു. അവനൊരു അടിപൊളി മച്ചാനായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ചങ്ക് പറിച്ച് തരുന്ന കൂട്ടുകാരനൊക്കെ പറയുന്നത് പോലെ. അതുകൂടാതെ അവിടെ റിവിൻ ഉണ്ടായിരുന്നു, നിഖിൽ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, സിക്സൻ ഉണ്ടായിരുന്നു, റാഫേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കൂട്ടുകാർ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ മിക്കവാറും സുനിലിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ റാഫേലിൻ്റെ വീട്ടിലോ ആയിരിക്കും. സിക്സറിൻ്റെ വീട്ടിലാണെങ്കിൽ ഉച്ച സമയമാകുമ്പോൾ അവൻ്റെ അമ്മയൊക്കെ ഉറങ്ങുന്ന ആ സമയത്ത് നമ്മൾ വെയിലത്ത് കളിയെല്ലാം കഴിഞ്ഞ് ചെന്ന് കയറുക. അപ്പോൾ ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അതൊക്കെ എടുത്ത് കഴിക്കുക. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇതുപോലെ കാട് പിടിച്ച് കിടക്കണം. ഒരുപാട് മരങ്ങളുണ്ട്, മാവുകളുണ്ട്. ഇന്ന് പല മെയിൻ റോഡായിട്ടിരിക്കുന്ന ഇടങ്ങളിലുള്ള മാവുകളിൽ സുനിൽ മരത്തിൻ്റെ മുകളിൽ കയറി മാങ്ങ ഇട്ട് തരികയും ഞങ്ങളതൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ സുനിൽ ഈ പുഴുള്ള മാങ്ങയില്ലേ, അതാണ് അവൻ കഴിക്കുക. എന്നിട്ട് അവൻ പറയണത് അതാണ് ഏറ്റവും നല്ലതെന്നാണ്. അപ്പോൾ ഈ മാങ്ങിട്ട് കഴിക്കലും പരിപാടികളും ഒക്കെ നടക്കുമ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിയാണ്. ചിലപ്പോൾ അത് ഫുട്ബോളായിട്ടും മാറും. നമ്മൾ ഈ പറഞ്ഞ കരിമ്പിൻ്റെ പോലെ തൊട്ടാമുറിയുന്ന ഇലയൊക്കെയുള്ള കുറേ ചെടികളുടെയൊക്കെ നടുക്ക് മറ്റേ ചുവന്ന മണ്ണുണ്ടല്ലോ, അതിങ്ങനെ അഴകുഴാന്നായി കിടക്കുന്നൊരു സ്ഥലമായിരിക്കും. അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് കളികളും പരിപാടികളും ഒക്കെ ഉള്ളത്. ഞാൻ എറണാകുളം സിറ്റിയുടെ നടുക്ക് എൻ്റെ ഒരു 4ാം ക്ലാസ് മുതൽ അങ്ങോട്ട് കളിച്ച് വളർന്നിട്ടുള്ള ആളാണ്. മറ്റ് പല വർഷങ്ങളിലായിട്ട് ഓരോ വർഷം ഓരോ ജില്ലയിൽ വെച്ചിട്ടായതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് ഓർത്തെടുക്കാൻ ഓർമ്മകളില്ലാത്തത്. എറണാകുളത്താണ് എൻ്റെ ഓർമ്മകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് കൂട്ടമായി ഇതുപോലെ കളിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ സൗഹൃദത്തെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യ അവസ്ഥയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം കണ്ടത്തിലിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള കളികൾ. ഇനി നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് നോക്കും. നിങ്ങളുടെ കുട്ടി ഈ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ ഒരു ഉച്ച വെയിലൊന്ന് താണു കഴിയുമ്പോൾ, വെയിലത്ത് നമ്മളങ്ങനെ കുട്ടികളെ കളിക്കാൻ വിടുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എത്രത്തോളം ശരിയാവും എന്ന് അറിയില്ല. എന്തായാലും ഒരു വെയിലൊക്കത്താണ് ഒരുപാട് ഓടിക്കളിച്ച് ഗ്രൗണ്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇഷ്ടമുള്ള കളി കളിച്ചിട്ട്, ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറയുന്ന സ്പെസിഫിക് കളികളല്ല, ഇഷ്ടമുള്ള കളി
കളികൾ കളിച്ച് ഒരുപാട് കൂട്ടുകാരെയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങിയൊക്കെ നടന്ന് ക്ഷീണിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങുക. ആ ഉറക്കത്തിൽ ഇന്ന് അവർ ഗ്രൗണ്ടിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നാളെ കാണിക്കാൻ പോകുന്ന കുരുത്തക്കേടുകൾ പ്ലാൻ ചെയ്ത് അങ്ങനെ രസമായിട്ടാണോ നമ്മുടെ കുട്ടികൾ ഉറങ്ങുന്നത്? അതോ മൊബൈൽ ഫോണിൻ്റെയും ടാബ്ലറ്റിൻ്റെ ഒക്കെ സ്ക്രീൻ ലൈറ്റ് കണ്ട് 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 ആ സ്ക്രീനിലേക്ക് മുഖം ചാരിയിരുന്ന് ഉറങ്ങിപ്പോയ അവസ്ഥയിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തി പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഉറക്കം തികയാതെ വീർത്ത് കെട്ടിയ കണ്ണുമൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികളെയാണോ നമ്മൾ കാണുന്നത്? ഇതിലേതാണ് ഹെൽത്തി എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ പുറത്തിറങ്ങിയിട്ടുള്ള കളികളുടെ കാര്യം പറയുമ്പോഴേ പുറത്തുള്ള കളിയൊക്കെ നല്ലതാണ്. പക്ഷേ ഏത് കളിയാണ് കളിക്കേണ്ടത്? ആരാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്? ആ ഒരു വലിയ ചോദ്യമുണ്ട്. അതിലേക്ക് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാടുകളിൽ ഓപ്പൺ ഗ്രൗണ്ടുകളില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആരായിക്കോട്ടെ, അവരൊരു പാർക്ക് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ഈ കൊച്ചു കുട്ടികൾക്ക് ഏണി പിടിച്ച് കയറി തെന്നി ഇറങ്ങാൻ പറ്റുന്ന ഒരു ഗെയിം ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ വട്ടത്തിൽ കറങ്ങാനുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പൊങ്ങും താഴെയും ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻസും കൂടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർക്കുണ്ട് അല്ലെങ്കിൽ പാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർക്കുണ്ട്. നമ്മളിപ്പോൾ ഫ്ലാറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ടെന്ന് പറയും. പക്ഷേ ആ ഏരിയ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് ഗെയിംസ് കുട്ടികൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ ഏണി കയറി തെന്നിറങ്ങുന്ന കളി ഒരു കുട്ടി കളിക്കും? മടുക്കൂലേ അതിന്? ഇതിലെവിടെയാണ് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഇരിക്കുന്നത്? കുട്ടിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, കൂട്ടമായി കാര്യങ്ങൾ തീരുമാനിക്കാനും പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള കഴിവ്, പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഡെവലപ്പ് ആവുന്നത് എവിടെയാണ്? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അങ്ങനെ ഒരു സ്പെസിഫിക് ഗെയിമിന് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ കുട്ടികൾ കളിക്കാൻ പോവാണ്. അപ്പോൾ 11, 22 പേരാണ്. അപ്പോൾ പിന്നെ കുറച്ച് പേര് സൈഡിൽ മാറി ഇരിക്കുന്നുണ്ടാവും. ഈ കളിക്കാൻ ഇറങ്ങുന്ന ഓരോ കുട്ടിയും എൻ്റെ പൊസിഷൻ ഇന്നതാണ് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരത് തന്നെ ചെയ്യുന്നു, വരുന്നു, പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം ഈ കുട്ടികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എവിടെയാണ് നടക്കുന്നത്? ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എവിടെയാണ് നടക്കുന്നത്? ഇത് നടന്നിരുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ എത്ര ഇടങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ രാധാവിലാസം UP സ്കൂൾ പള്ളിക്കുന്ന് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ്റെ പൊക്കം മണ്ണും വെച്ചിട്ട് വലിയ ഗ്രൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വലിയ ഗ്രൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഈ കളിക്കാൻ വിടുന്ന പീരീഡ് എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരും കൂടി ആലോചിക്കും ഇന്ന് എന്താണ് കളിക്കേണ്ടത് എന്നാലോചിക്കും. എന്നിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം എടുത്ത് കളി കളിക്കും. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം യൂണിഫോമൊക്കെ മാറിയിട്ട് കളിക്കാൻ ഇറങ്ങുന്ന സമയത്തും അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി ഇറങ്ങി അപ്പോൾ കയറുന്നതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ കണക്കൊക്കെ വെച്ച് അങ്ങനെ എന്തൊക്കെയോ കളികൾ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അത്തരം കളികൾ കൊണ്ടുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതിലൊരാൾ ചിലപ്പോൾ ഒരു ഐഡിയ പറയുന്നു, ആ ഐഡിയ കുറച്ച് ആളുകൾ കൂടി നിന്ന് ഇംപ്രവൈസ് ചെയ്യുന്നു. അതിൽ ചിലപ്പോൾ റൂൾസ് ഉണ്ടാക്കിയെടുക്കുന്നു അവർ തന്നെ. നമുക്കിത് ഇങ്ങനെ വേണമെന്ന് പറയുന്നു. ഈ റൂൾസിനെ അവനവൻ പാലിക്കണം എന്ന ബോധ്യം കുട്ടിക്ക് ഉണ്ടാകുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ആക്ടിവിറ്റി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് കുട്ടികൾ ഒരുമിച്ച് പഠിക്കുകയാണ്. അവരാരും നിന്നിട്ട് മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. പിള്ളേരെ അങ്ങ് വിട്ടാൽ മതി. അതിലേറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 5-6 കൂട്ടുകാർ ചേർന്ന് എന്തെങ്കിലും സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന കൂട്ടുകാരാണെന്ന് വിചാരിക്കും. അതിലൊരാൾക്ക് കാലിനൊരു മുറിവ് പറ്റി, അവന് ഓടി കളിക്കാൻ പറ്റില്ല. അന്നത്തെ ദിവസം ആ 5-6 കൂട്ടുകാർ കൂടി ഇരുന്ന് തീരുമാനിക്കുന്നത് അവനും കൂടി കളിക്കാൻ പറ്റുന്നൊരു കളി നമ്മളിന്ന് കളിക്കണം എന്ന് പറയുന്നതാണ്. അവിടെ മറ്റേ ആളെ പരിഗണിക്കുന്നുണ്ട്, അവൻ്റെ അവസ്ഥയെ പരിഗണിക്കുന്നുണ്ട്. അവിടെ അവൻ്റെ പൊക്കോ വണ്ണോ അവൻ്റെ നിറമോ ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാതെയുള്ള അത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ പരിഗണനകളുണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതിൻ്റെ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ബെനിഫിറ്റാണ്, വളരെ ഫ്ലെക്സിബിളായി സ്വന്തം ശരീരത്തെ ഉപയോഗിക്കാൻ. കുട്ടികളാണ്, വളരുന്ന പ്രായമാണ്, അപ്പോൾ വളരെ ഫ്ലെക്സിബിളായി അവർക്ക് അവരുടെ ശരീരത്തെ ഉപയോഗിക്കാൻ പറ്റുന്നു, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. ഈ മൈൻഡ് ബോഡി കോർഡിനേഷൻ, ഇന്ന കാര്യം എടുക്കാൻ പോകുക എന്ന് പറയുന്നത് ആ ഒരു കോർഡിനേഷൻ പ്രോപ്പർ ആകുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുക. അതിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ വളർച്ച, അവരുടെ രോഗപ്രതിരോധ ശേഷിയെ സപ്പോർട്ട് ചെയ്യുന്നു, മാനസിക ഉല്ലാസം കൊടുക്കുന്നുണ്ട്. ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാണത്തെ മറികടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ കളികളിൽ കുഞ്ഞു കുഞ്ഞു ജയങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ടീമായിട്ടൊരു കളി കളിച്ചു, എൻ്റെ ടീം ജയിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ ഡിഡ് സംതിങ് എന്ന് പറയുന്നൊരു ഫീൽ എനിക്ക് തന്നെ ഉണ്ടാവുകയാണ്. പതിയെ പതിയെ കുട്ടികളുടെ ഉള്ളിൽ വളർന്നു വരുന്നൊരു സെൽഫ് എസ്റ്റീം ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോഷ്യൽ സ്കിൽസ് വളരെ പ്രധാനമാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവുന്നു. അതായത് കുറേ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണ്ടേ. അതിൻ്റെ വേഗത കൂട്ടിയും കുറച്ചും, ചില സമയത്ത് ഉറച്ച ശബ്ദത്തോടെ പറയാനും, ചില സമയത്ത് അപേക്ഷിക്കാനും, ചില സമയത്ത് സ്റ്റേണായിട്ട് എന്ന് പറയാനും ഒക്കെയുള്ള ഒരു കളി തോറ്റ് കഴിയുമ്പോൾ എടാ പ്ലീസറാ എന്ന് പറയുന്നത് അത് അപേക്ഷിക്കാൻ പഠിക്കുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ചുറ്റും നോക്കുക, എത്ര പേര് ഈ പ്ലീസ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് സോറി പറയുന്നുണ്ടാവും. ഞാനാണ്, എൻ്റെ കാര്യമാണ്, ഞാൻ പറയുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുക, പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക, കോംപ്രമൈസ് ചെയ്യുക. ശരി, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, അത് ഓക്കെയാണ്. ഈ പറയുന്ന ഒരു കോംപ്രമൈസിങ് പരിപാടി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഗ്രൗണ്ടുകളിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ കെയറിങ്
കൂട്ടുകാരിൽ ഒരാൾക്ക് വയ്യാതാവുമ്പോൾ അല്ലെങ്കിൽ 1-2 പേർക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന കളി എന്താണ് എന്ന് ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ ഒരു 4 പേര് ടീം ഇട്ടിട്ട് ചെറിയ സെറ്റപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന ക്രിക്കറ്റ് കളിയായിരിക്കും. 2 പേര് എക്സ്ട്രാ വരുമ്പോൾ അയ്യോ അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറെ കളി കളിക്കാം, 7 റൗണ്ട്സ് കളിക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നിട്ട് ഈ ഷെയറിങ്, കെയറിങ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനങ്ങൾ സ്റ്റഡി ക്ലാസ് എടുത്ത് കൊടുക്കാതെ തന്നെ കുട്ടികൾ പഠിക്കും. ഡൈവേഴ്സിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഫെയിലിയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. തോറ്റു പക്ഷെ നമ്മൾ ഇനിയും കളിക്കും, ഇനിയും ജയിക്കും എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് തോറ്റ് കഴിയുമ്പോഴേക്കും അയ്യോ എല്ലാം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എല്ലാം അവസാനിച്ച് പോയല്ലോ എന്ന് പറയുന്ന ഒരു ഫീലാണ്. ടാബ്ലറ്റിലും മൊബൈൽ ഫോണിലും സ്ഥിരം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 10 ലെവൽ 15 ലെവൽ ആ ഗെയിം ഫ്രീ ആയിട്ട് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. പതുക്കെ തോക്കാൻ തുടങ്ങും. ആ കുട്ടി ആ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അടുത്ത ഗെയിം ഇടും. അവന് ജയിക്കാൻ പറ്റുന്ന കളികൾ മാത്രം കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. തോൽവിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഗ്രൗണ്ടിൽ അങ്ങനെയല്ലല്ലോ. എൻ്റെ അനിയത്തിയുടെ മോനുണ്ട് ഇച്ചു, അവൻ ഞങ്ങളുടെ കൂടെയുള്ള സമയത്ത് അവൻ ടാബിലാണ് കുറേ ഗെയിം കളിക്കുക. അപ്പം എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അവൻ ജയിക്കണം. അവൻ ജയിക്കുന്നവരെ അവൻ കുറേ ഉടായ്മ പരിപാടികളൊക്കെ കാണിച്ച് നമ്മൾ ജയിക്കാൻ സമ്മതിക്കാതെയൊക്കെ ഇരിക്കും. ജയിച്ചായിരുന്ന കാര്യം. പക്ഷേ ഇതേ ആൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവന് ഈ പ്രശ്നമില്ല. അവൻ്റെ അതേ പ്രായത്തിൽ വരുന്ന കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അപ്പുറത്തുള്ള പിള്ളേരുമായിട്ട് കളിക്കുമ്പോൾ അപ്പോഴൊന്നും തോൽവി അവനൊരു പ്രശ്നമല്ല. തോറ്റു കഴിഞ്ഞാൽ അവൻ വീണ്ടും കളിക്കും. അത് ഇങ്ങനത്തെ ഗ്രൗണ്ടുകളിലൂടെ ഏകദേശം സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ലൈവായിട്ട് നമ്മൾ പല കളികളും കളിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നതാണ്. പരസ്പരം ഇമോഷൻസ് മനസ്സിലാക്കുക. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് എന്തോ സങ്കടമുണ്ട്, അയാൾക്ക് എന്തോ വിഷമമായിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ മുഖങ്ങളും എക്സ്പ്രഷൻസും കണ്ട് കുട്ടികൾ ശീലിക്കണ്ടേ. നമ്മളൊരു കളി കളിക്കുന്നു, തോറ്റതിൻ്റെ ഒരു സങ്കടം അവനുണ്ട്, സാരമില്ല എന്ന് പറഞ്ഞാൽ അവന് വിളിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. എല്ലാവരും കൂടി എൻ്റെ കൂട്ടുകാരനെ കളിയാക്കുമ്പോൾ അവന് വിഷമമാവുന്നുണ്ട്, ആ വിഷമത്തിനെ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നല്ലേ. നമ്മുടെയൊക്കെ കൂട്ടുകാരെ കളിയാക്കിയവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോലും അറിയാതെ പഠിച്ചിട്ടുള്ളത് അവൻ്റെ ഇമോഷൻ ഇതാണ്. ആ ഇമോഷണൽ ആവുന്ന ഒരാൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ അധികാരം ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് പെയിൻ ടോളറേറ്റ് ചെയ്യാനുള്ള, വേദന സഹിക്കാനുള്ള ഒരു കഴിവ്. സാധാരണ വീട്ടിൽ കുട്ടികളുടെ കാലെവിടെയെങ്കിലും ഒരു മേശയിലോ കസേരയിലോ തട്ടിക്കഴിഞ്ഞാൽ കൊച്ചു കരയാതിരിക്കാൻ വേണ്ടി വീട്ടിലുള്ള അപ്പൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ തുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഓടിച്ചെന്ന മേശക്കിട്ട് 2 അടി കൊടുക്കും, കസേരക്കിട്ട് 2 അടി കൊടുക്കും. എന്നിട്ട് പറയും എൻ്റെ കൊച്ചിനെ നീ വേദനിപ്പിക്കുന്നു എന്ന്. കുട്ടി എന്താ പഠിക്കുന്നത്? എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് നമുക്ക് ഈസി ആയിട്ട് മറക്കാൻ പറ്റും, അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുറ്റം പറഞ്ഞാൽ മതി, വേദനിപ്പിച്ചാൽ മതി. ഇതേ കുട്ടി ഗ്രൗണ്ടിൽ കുറേ കുട്ടികളോട് കളിക്കുന്ന സമയത്ത് കാല് തട്ടി വീണിട്ട് അവനെ എണീറ്റ് നോക്കും. ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ പുള്ളി സാരമില്ല, സഹിക്കും. കാരണം ഈ കുട്ടികളുടെ കളിക്കണമല്ലോ. ആ വേദനയൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കടുത്ത വേദനയൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന് കുട്ടി പറഞ്ഞോളും, അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു പെയിൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ധാരണ കുട്ടിക്ക് ഉണ്ടാകുന്നില്ലേ. നമ്മൾ എത്രയോ വീണിരിക്കുന്നു, കയ്യും കാലും മുറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ കയ്യും കാലും മുറിഞ്ഞ് ഓടി വീണ് പഠിച്ച എത്ര പേര് സ്വന്തം കുട്ടിയുടെ കയ്യും കാലും മുറിയുന്നത് ഒരു ലോകോത്തര പ്രശ്നമായി കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ മുറിയാതിരിക്കാൻ വേണ്ടി പുറത്ത് കളിക്കാൻ പോകുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വളരെ 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 പ്രധാനപ്പെട്ട ഒന്ന്, അതായത് കുട്ടികൾ നിങ്ങൾ ഇന്ന കളിയാണ് കളിക്കേണ്ടത് എന്ന ധാരണയിൽ ഈ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള, മുൻകൂട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഏരിയ, ഫ്ലാറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത്. പ്ലേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് തെന്നി ഇറങ്ങാനുള്ളൊരു സാധനവും 2 ഊഞ്ഞാലും 2 കുഞ്ഞു സാധനവും കൂടി വെച്ചിട്ടുണ്ടാവും. അതല്ലാതെ കുട്ടിക്ക് നിൽക്കാനും ഇരിക്കാനും പോലും ആ പ്ലേ ഏരിയ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുതിർന്നവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടി പോയി കളിക്കുകയാണ്. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങളൊന്ന് സ്വന്തം കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു പോയി നോക്കിയേ. വീടിൻ്റെ പുറകിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിൻ്റെ താഴെയുള്ള ഒരു ഗ്യാപ്പിൽ, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിങ്ങൾ തന്നെ കുറച്ച് പുല്ലും ചെടിയൊക്കെ പറിച്ച് വെച്ച്, അല്ലെങ്കിൽ കുറേ പിള്ളേരെ ചെരുപ്പൊക്കെ അടുക്കി വെച്ച് ഒരു ചെരുപ്പ് കടയായിട്ട് കളിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന കല്ലും കമ്പും ഇഷ്ടിക കഷ്ണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട്, അതായത് അച്ഛനമ്മമാരുണ്ട് എന്ന് പറയുന്ന ഒരു ധാരണയിൽ നിന്ന് മാറി നിൽക്കുന്ന അവനവൻ്റേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് ആ കുട്ടി വരുന്ന സമയത്ത് സ്വന്തം ഫണ്ടിനാണ് ഇമ്പോർട്ടൻസ് വരിക. ആ കുട്ടി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവൻ്റെ ഹാപ്പിനെസ് ആണ്, അവൻ്റെ സന്തോഷമാണ്, അവൻ്റെ സ്പേസ് ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ വീടിൻ്റെ പുറകിലൊക്കെ മാറി ഇരുന്നിട്ട് കുറേ ഇഷ്ടിയും കല്ലുമൊക്കെ കൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു കളി കളിക്കുകയാണ്. ആ കളിക്ക് പേരുണ്ടാവില്ല, ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും പുറകിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിയിട്ടൊന്ന് നോക്കും. നമ്മളിവിടെ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷേ തിരിഞ്ഞു നോക്കും. കാരണം അത്രയും നേരം നമ്മൾ നമ്മുടെ സ്പേസിലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ക്രിയേറ്റീവായി തോന്നുന്ന, നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു സ്പേസ് കുട്ടികൾക്ക് ആവശ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവനവന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, അവനവൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അങ്ങനെ ഇരുന്ന് കളിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ പല കുട്ടികളും അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നത്, അവരുടെ താല്പര്യങ്ങൾ തിരിച്ചറിയുന്നത് ഇത്തരം സ്പേസുകളിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷെ അതിന് ഈ മുതിർന്ന ആൾക്കാർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലാത്ത
ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിസ്ഥലങ്ങൾ കുട്ടികൾക്ക് കിട്ടണം. പിന്നെ കുട്ടികൾക്കിടയിൽ മാത്രമല്ല ഈ സൗഹൃദങ്ങൾ വർക്കാവുന്നത്. കുട്ടികൾ ഒരുമിച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കളും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ തമ്മിൽ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീടുകളിലേക്കുള്ള സഞ്ചാരങ്ങൾ സംഭവിക്കും. അത് കുടുംബങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിനൊരു കാരണമാവും. ഒരാളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരും അറിയുന്ന, അവരെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന. പലപ്പോഴും എന്തെന്നറിയോ, നമ്മൾ ഈ അപ്പുറത്തെ വീട്ടിലുള്ളത് മുഴുവൻ പ്രശ്നങ്ങളാണെന്നും ആ പ്രശ്നം കണ്ടുപിടിക്കാനാണ് ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ടോട്ടൽ ഒരു ഇമേജ് ഉണ്ട്. ഒരു മനസ്സിലാക്കലാണത്. പിന്നെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാകുമ്പോൾ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ അയൽക്കാർ ഒരു 5 പേരുണ്ടെങ്കിൽ 4 പേര് കുറ്റം പറയുമായിരിക്കും. പക്ഷെ ഒരാൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കില്ലേ. അവരെയും കൂടി അല്ലെങ്കിൽ അവരുടെ കുട്ടികളും കൂടി ചേരുന്ന ഒരു നല്ല കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവാനുള്ള സാധ്യത ഇത്തരം തുറസായിട്ടുള്ള കളിസ്ഥലങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ ഫുട്ബോളിന് താല്പര്യമുള്ള കുട്ടി വേറെ എവിടെയെങ്കിലും പോയി ഫുട്ബോൾ കളിക്കാൻ പോകും. മിക്കവാറും വൈകുന്നേരങ്ങളിൽ കാണുന്നതാണ് കുട്ടികളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന അച്ഛനമ്മമാരെയൊക്കെ. അവർക്ക് ശരിക്കും എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അത് അറിയാൻ പാകത്തിന് എത്ര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആ കുട്ടികൾ മിങ്കിൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ ക്രിക്കറ്റ് കളിക്കാൻ ആണ് ആഹ്വാനം ചെയ്തത്. ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ചേട്ടന്മാരൊക്കെ ഗ്രൗണ്ടിന്റെ ഒരു വലിയ ഭാഗം എടുത്ത് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന സമയത്ത് അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഏറുപന്ത് കളിക്കുന്ന പിള്ളേരുണ്ടാവും. പണ്ട് ഞങ്ങളൊക്കെ തൊങ്കി കളിക്കാന്നായിരുന്നു പറഞ്ഞത്. മറ്റേ ഒറ്റക്കാലിൽ ചാടി ചാടി കളിക്കുന്ന, ചിലർക്ക് സ്കിപ്പിംഗ് റോപ്പായിരിക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഇഷ്ടമുള്ള കളികളിൽ ഏർപ്പെടുന്ന, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെക്കുന്ന, നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ചേട്ടനെ കാണുമ്പോൾ ആ ചേട്ടനെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന അനിയന്മാരുണ്ടാവും. ചേച്ചിമാരെ കാണുമ്പോൾ അതുപോലെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന അനിയത്തിമാരുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള, ഇന്ന കളിക്കുന്ന പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ലാത്ത ഗ്രൗണ്ടുകളാണ്, സൗഹൃദം പങ്കുവെക്കാനുള്ള ഏരിയകളാണ്. പല ഗ്രൗണ്ടുകളും നമ്മൾ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക. മറ്റേ ഗെയിം കളിക്കുന്നവർ ആ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച് ആ ഗ്രൗണ്ട് മെനക്കേടാവെന്ന് പറഞ്ഞ് അത് പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ആളുകൾ എവിടെ ഒത്തുകൂടും, എവിടെ സന്തോഷങ്ങൾ പങ്കുവെക്കും, അല്ലെങ്കിൽ ഉള്ളിലുള്ള സങ്കടങ്ങൾ പങ്കുവെക്കാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും? തീർച്ചയായും അങ്ങനെ അവർ കണ്ടെത്തുന്ന ഇടങ്ങളിലേക്ക് ലഹരി കടന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ഈസി എസ്കേപ്പാണ്. റിയാലിറ്റിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. വേർത്ത് കുളിച്ച് അണച്ച് കതച്ച് ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരാൾ അയാൾ വേറെ ലഹരിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളി കളിച്ച് ഓടി കിതച്ച് അണച്ച് തന്നെ പോലെ തന്നെ വേർത്തൊട്ടിയിരിക്കുന്ന കൂട്ടുകാരുടെ കൂടെ വട്ടത്തിലിരുന്ന് ഇന്ന് നടന്ന കളിയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 10 കളിയാക്കലും ഒക്കെ ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് വേറൊരു ലഹരിക്കും തരാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കളി കഴിഞ്ഞുള്ള സന്തോഷത്തിന് ആ ലഹരിയില്ലേ, അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പം നമ്മുടെ ഭൂമിയൊക്കെ വിറ്റൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസിൽപ്പെട്ട കുറച്ച് പറമ്പുകൾ മാത്രമാണ് പലയിടത്തും ബാക്കിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക ബിൽഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടുകളോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ആരെങ്കിലും പറയുമ്പോൾ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കുട്ടികൾ ഇഷ്ടമുള്ള കളികൾ കളിച്ച് വളരട്ടെ. അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ ഒന്നിച്ചിരിക്കാൻ വിട്ടാൽ മതി. നമ്മുടെ മനസ്സിലുള്ള വിഭാഗീയതയും വർഗീയതയും ചിന്തകളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതെ അവരെ ഒന്നിച്ച് കളിക്കാൻ അനുവദിച്ചാൽ മതി. അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ കണ്ടുപിടിച്ചോളും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന അത്തരം സജഷൻസ് ഇതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങുകളിലും ഫ്ലാറ്റുകളുടെ അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിലും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് ഏതോ പ്രായമായ ഒരാൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നിടത്തേക്ക് തള്ളിവിടാനുള്ളതല്ല. നിങ്ങളുടെയും കുട്ടികളുടെയും അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ ഒന്ന് തിരിച്ചറിയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആൻഡ് പത്തനംതിട്ടയിലെ കളക്ടർ ബ്രോ, നമുക്ക് പിള്ളേരെയൊക്കെ ഗ്രൗണ്ടിൽ ഇറക്കാൻ നോക്കാം. ഞാനും ഷെയർ ചെയ്യുന്നുണ്ട്. കളിക്കട്ടെ, കളിച്ച് വേർത്തൊട്ടട്ടെ, തളർന്നിരിക്കട്ടെ, എന്നിട്ട് നല്ലോണം ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. നാളെ കൂടുതൽ നന്നായിട്ട് അടിപൊളി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനുള്ളതാണ്. പൊടിയായും പുകയായും പാനീയമായും എനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല സന്തോഷിക്കാൻ എന്ന് നമ്മുടെ യുവജനങ്ങൾ തിരിച്ചറിയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.